എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കടത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിവറേജിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഇരുതല മൂർച്ചയുള്ള വാഴാണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അതൊരു ചീപ്പ് കോസ്റ്റ് ഫണ്ടിങ് സോഴ്സ് ആണ്. നിങ്ങൾക്ക് അവിടെ എക്സ്പാൻഷന് വേണ്ടിയും അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയുള്ള പൈസയൊക്കെ അവിടെ നിന്ന് കിട്ടും. പിന്നെ മറു സൈഡില് ഇൻ കേസ് ഇപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ കമ്പനിയുടെ സെയിൽസ് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ, ഈ പറഞ്ഞ പുതിയ കടമെടുത്തുള്ള പിന്നെ മുന്നോട്ടുള്ള സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കോൺട്രാക്ട് സ്വഭാവം അല്ലെങ്കിൽ കടത്തിന്റെ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് സ്വഭാവം കാരണം അതൊരു റിസ്ക് ആയിട്ട് പരിണമിക്കും. ഇപ്പൊ റിസഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഹൈ ഡെറ്റ് ഉള്ള കമ്പനീസ് സാധാരണ ഇതിൽ കാര്യമായ റിസ്ക് വെയർ ചെയ്തിട്ട് താഴ്ത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം സെയിൽസിൽ ഡിപ്പ് വരുമ്പോഴത്തേക്കും എന്തായാലും അവർക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റ് കൊടുത്തോണ്ടേയിരിക്കണം. ആ ഒരു റിസ്ക് ആണ് അവിടെ അപ്പിയർ ആകുന്നത്. അപ്പൊ ഇതേ രീതിയിൽ കമ്പനിക്ക് ഓപ്പറേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള പല വിധത്തിലുള്ള കോസ്റ്റുകളിൽ ചിലതിനൊക്കെ ഈ ഫിക്സ്ഡ് കോസ്റ്റ് സ്വഭാവം വരാറുണ്ട്. ഹൈ ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ള ബിസിനസ്സുകൾ റിസ്ക് കൂടും എന്നുള്ളതാണ് ഒരു സാമാന്യ ലോജിക്. ഇപ്പൊ ഹൈ ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ള ബിസിനസ്സുകളുടെ ഒരു ക്വാളിറ്റിയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് വിളിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പലവിധത്തിലുള്ള യൂസ് കേസസ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഓരോ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മൾ റിസ്ക്കും റിട്ടേണും മെഷർ ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കാന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള നമ്മൾ സംസാരിക്കും. അപ്പൊ ഫിൻഫോൺട്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഹോസ്റ്റ് പ്രവീഷ്. ഇപ്പൊ കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ കോസ്റ്റുകളെ നമ്മൾ രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതാണ്. അതായത് സെയിൽസ് നിങ്ങൾ കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ കൊടുത്തോണ്ടേയിരിക്കേണ്ട കുറച്ച് സെറ്റ് ഓഫ് കോസ്റ്റുകളാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ റെന്റ് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. റെന്റ് നിങ്ങൾ കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾ റെന്റ് കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഒരു തരത്തിൽ പറഞ്ഞ ഒരു നോൺ ക്യാഷ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള R&D എക്സ്പെൻസ് ചില കമ്പനികൾക്ക് കൂടുന്ന ഇപ്പൊ എല്ലാ വർഷം ചെയ്യേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പൊ അതൊരു തരത്തിൽ പറഞ്ഞ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഷുറൻസ് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്, റെന്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതെല്ലാം ഫിക്സ്ഡ് കോസ്റ്റുകളാണ്. പിന്നെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്, അതായത് അത് സെയിൽസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ സെയിൽസ് കൂടുന്തോറും ചിലപ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടാം. അപ്പൊ സെയിൽസ് ഇല്ലാത്ത പക്ഷം വേരിയബിൾ കോസ്റ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് ഉള്ളൂ. ഇപ്പൊ സെയിൽസ് ഇല്ലാത്ത ടൈമിൽ ആ കമ്പനിക്ക് ആ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് വേരി ചെയ്യേണ്ട ടൈമില്ല. ഇതുപോലെ സെയിൽസ് സെയിൽസേ ഇല്ല, അപ്പൊ സെയിൽസ് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ടെമ്പററി വർക്കേഴ്സിന്റെ വേജസ്, സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫിക്സ്ഡ് നേച്ചർ ഇല്ലാത്ത കുറച്ച് സെറ്റ് ഓഫ് സാലറീസും വേജസും കാണും. അതെല്ലാം വേരിയബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. ഇപ്പൊ ഷിപ്പിംഗ് ചാർജസ് ബേസിക്കലി നിങ്ങൾ കൊടുക്കുക എന്തെങ്കിലും ഉത്പാദനം ഉള്ളപ്പോൾ മാത്രമാണ്, അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഷിപ്പിംഗ് ചാർജസ് കൊടുക്കുന്നത്. അത് വേരിയബിൾ കോസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ. ഈ കോസ്റ്റ് നമ്മൾ തരംതിരിച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് അളക്കാനുള്ള മെത്തേഡിലോട്ട് നമുക്ക് കടക്കാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. കോൺട്രിബ്യൂഷൻ മാർജിൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് വിളിക്കുന്ന സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ സെയിൽസ് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്രത്തോളം പൈസ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അത് കുറച്ചുകൂടി ലളിതമായിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഒരു 100 കോടിയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരു 100 കോടിയാണെങ്കിൽ അവിടെ ബ്രേക്ക് ഈവൻ ആയെന്ന് പറയാം. അപ്പൊ അതിന്റെ മേളിൽ, അപ്പൊ അത് കോൺട്രിബ്യൂഷൻ മാർജിൻ ഫിക്സ്ഡ് കോസ്റ്റിന് മേളിലുള്ള സെയിൽസ് ഉണ്ടാകുമ്പോഴൊക്കെയുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർജിൻ എക്സ്പാൻഡ് ചെയ്യും. അതായത് സെയിൽസിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പ്രോഫിറ്റ് മാർജിൻ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ മൊത്ത ചെലവിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അതിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് അത് മേജർ ആയിട്ടുള്ള കോമ്പോണന്റ്. ചെറുതായിട്ട് വേരിയബിൾ കോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നേരെ നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റ് സ്ട്രക്ചർ എന്തായാലും മേജർ ഹെവി വെയിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെ പ്രോഫിറ്റിനെയൊക്കെ കാര്യമായ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ബേസിക് ഐഡിയ. അപ്പൊ ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നൊരു മെട്രിക് ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ വളരെ ലളിതമാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടിയ ബിസിനസ് ഉദ്ദേശിക്കുന്നത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള ബിസിനസ് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഉപയോഗത്തിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി മനസ്സിലാക്കി തരാം. പിന്നെ നമുക്ക് ഇതിന്റെ ഉദാഹരണത്തിലോട്ട് കിടക്കാം. അപ്പൊ ഇത് റിസ്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോസിബിലിറ്റി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ടാറ്റാ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ അവിടെ നമ്മൾ ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് വിളിക്കുന്നത് ഏകദേശം ഒരു 6 to 7 ആ റേഞ്ചിനാണ് അതിന്റെ DOL നമ്പർ. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മഹീന്ദ്രയുടെ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിന് ഒരു 1 to 2 ആണെന്ന് കരുതാം. അപ്പൊ അവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഫിക്സ്ഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജാഗുർ ആൻഡ് ലാൻഡ് ലോവറിന്റെ പലതരത്തിലുള്ള കോസ്റ്റ്. ഇപ്പൊ ഡിപ്രീസിയേഷൻ ഒരു കോസ്റ്റ് ആണ്. വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന R&D എക്സ്പെൻസസ് മറ്റു തരത്തിലുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഓരോ വർഷവും കമ്പനി കൊടുക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ഫിക്സ്ഡ് കോസ്റ്റുകൾ അവിടെ
ഈ പറഞ്ഞ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റ് ആ ഒരു ബിസിനസ്സിന് കൂടുതലാണ്. മഹീന്ദ്രയിൽ ഈ പറഞ്ഞ സമാനമായ എക്സ്പെൻസസ് കാണും, പക്ഷെ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ആസെറ്റ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് കുറച്ച് കുറവായതുകൊണ്ട് പറഞ്ഞ 1-നും 2-നും അടക്കം ആ റേഞ്ച് എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ M&Mന്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്പർ. അപ്പൊ അവിടെ ഗുണം എന്താണ്? ഗുണം എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ഇൻ കേസ് ഇപ്പൊ ഒരു നല്ലൊരു ഓപ്പറേറ്റിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആണെങ്കിൽ കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. അതായത് സെയിൽസിൽ ഒരു 1% ഇംപ്രൂവ്മെന്റ് വരുമ്പോഴത്തേക്കും പ്രോഫിറ്റബിലിറ്റി ഒരു 7% അല്ലെ 6% ഇംപ്രൂവ്മെന്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ മഹീന്ദ്രയുടെ അല്ലെ M&Mന്റെ സെയിൽസിൽ ഒരു 1% കൂടിയാൽ ഇവിടെ അവർ ആ പറഞ്ഞ ഒരു പ്രോഫിറ്റബിലിറ്റി ഒരു 2% ഒക്കെ കൂടത്തുള്ളൂ. അപ്പൊ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ആ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റിയെ ലിഫ്റ്റ് ചെയ്യുന്ന ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഇതേ രീതിയിൽ റിസ്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റിസഷൻ അല്ലെങ്കിൽ ഓട്ടോ സെയിൽസ് മൊത്തത്തിൽ ഡൗൺ ആവുന്ന കേസിൽ എന്ത് വരും? ടാറ്റ മോട്ടോഴ്സിന് ഒരു സെയിൽസിൽ ഒരു 1% ഡിപ്പ് വരുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റബിലിറ്റി 6% കുറയും. മറു സൈഡിൽ നമ്മുടെ M&Mന്റെ കേസിൽ പറയുമ്പോൾ അവിടെ പ്രോഫിറ്റബിലിറ്റി കാര്യമായിട്ട് അടി കിട്ടത്തില്ല. ഏകദേശം ഒരു 1% സെയിൽസ് ഡിപ്പ് വന്നാൽ 2% മാത്രമേ അറ്റ് മാക്സ് കുറയത്തുള്ളൂ, അല്ലെങ്കിൽ 1.2 ആ റേഞ്ച് ഒക്കെയാണ് ആബ്സല്യൂട്ട് നമ്പർ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കണക്കൂട്ടി എടുക്കാം. അപ്പൊ അതാണ് അതിന്റെ ഒരു യൂസ് കേസ്. അതായത് നമ്മൾ എത്രത്തോളം സെയിൽസ് കൂടുമ്പോഴത്തേക്കും എത്രത്തോളം പ്രോഫിറ്റബിലിറ്റിക്ക് അടി കിട്ടും അല്ലെ പ്രോഫിറ്റിന് അടി കിട്ടും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു യൂസ് കേസ് എടുക്കാം. രണ്ടാമത്തെ ഒരു യൂസ് കേസ് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കോസ്റ്റ് ഫ്രണ്ട് ലോഡ് ചെയ്യുന്ന കേസുകൾ. പുതിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കമ്പനി നടത്തി. അപ്പൊ അവിടെ കമ്പനിയുടെ പ്രോഫിറ്റ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? പ്രോഫിറ്റിന് അടി കിട്ടുമ്പോഴത്തേക്കും പ്രോഫിറ്റബിലിറ്റിക്ക് അടി കിട്ടും. നെറ്റ് പ്രോഫിറ്റ് ഒരു 10 കോടി ഉണ്ടെങ്കിൽ അതൊരു 8 കോടി ആകുന്ന ടൈമിൽ ROEയും കുറയും. അതായത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലാണ് നമ്മുടെ ROE. അപ്പൊ ROE കുറയുന്ന ടൈമിൽ ചില ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ ROE ഒരു 10-15 ഉണ്ടായിരുന്ന ഒരു കമ്പനി 14 പോയാൽ ചില ആൾക്കാർ അത് എക്സ്ക്ലൂഡ് ചെയ്യും അവരുടെ ഇൻവെസ്റ്റ്മെന്റിലോട്ട് നിന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ അത് റാഷണലൈസ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഫ്രണ്ട് ലോഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ചെന്നൈയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവർക്ക് 250ഓളം ബെഡ് ഉണ്ട്. ഈ ഇടയ്ക്കായിട്ട് അവർ ഒരു 200 ബെഡ് ആഡ് ചെയ്തു. 200 ബെഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഫ്രണ്ട് ലോഡ് ചെയ്യുന്ന കുറെ കോസ്റ്റുകൾ വരും. ഉദാഹരണത്തിന് അവർക്ക് കുറെ എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടി വരും. പുതിയ പറഞ്ഞ 200 ബെഡിന്റെ ബ്ലോക്കിന്റെ ഡിപ്രീസിയേഷൻ അതൊരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഈ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ സാലറി, പ്രത്യേകിച്ച് ഒരു ടെർഷറി കെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സെഗ്മെന്റ് ആണെങ്കിൽ അവിടെ ഒരു ഹൈലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറെ ഡോക്ടേഴ്സിന്റെ ആവശ്യം വരും. അപ്പൊ അവർക്കൊക്കെ കൊടുക്കേണ്ട ഫിക്സ്ഡ് സാലറി കയറും. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ തുടക്കത്തിലെ ഒരു ക്വാർട്ടേഴ്സിൽ, അതായത് ആ ഹോസ്പിറ്റൽ ബ്ലോക്ക് ലൈവായി അതിനകത്ത് നിന്ന് സെയിൽസ് ജനറേറ്റ് തുടങ്ങി. പക്ഷെ തുടക്കത്തിൽ അവരുടെ കോസ്റ്റ് വളരെ ഹൈ, ഫിക്സ്ഡ് കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. ഇപ്പൊ എന്ത് പറ്റും? ഇപ്പൊ പ്രോഫിറ്റബിലിറ്റിക്ക് അടി കിട്ടും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതായത് ഈ ഹോസ്പിറ്റൽ ബ്ലോക്ക് ലൈവ് ആകുന്നതിന് മുമ്പുള്ള സെയിൽസിനേക്കാളും ബെറ്റർ ആയിരിക്കും, സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും ഇപ്പോഴത്തെ സെയിൽസ്. പക്ഷെ നോക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റബിലിറ്റി അടി കിട്ടിയിട്ടുണ്ട്. കാരണം എന്ത് പറ്റി? കാരണം ഈ പുതിയ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ, പുതിയ ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് എല്ലാം പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചു, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ബാധിച്ചു. അപ്പൊ എല്ലാവരും നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ അത് വെച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ആൾക്കാർ എന്ത് പറ്റും? പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ അതുപോലെ മാറ്റണമെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റായ ഡിസിഷൻ ആണ്. കാരണം അതിനകത്തുള്ള സെയിൽസിന്റെ പൊട്ടൻഷ്യൽ ഇനിയും മുന്നോട്ടുണ്ട്. ആ സെയിൽസ് ഈ പറഞ്ഞ ഫിക്സ്ഡ് കോസ്റ്റ് ഈവൻ ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞ വേരിയബിൾ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞ കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസിൽ കോസ്റ്റ് എന്തായാലും ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ആഡ് ആയി നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചറിലോട്ട്. അപ്പൊ മുന്നോട്ടുള്ള ക്വാർട്ടേഴ്സിൽ ഈ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി സെയിൽസിനെ ബീറ്റ് ചെയ്ത് വളരുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ ആ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമുക്ക് ബെറ്റർ ആക്കാം. അപ്പൊ അതാണ് കോസ്റ്റ് ഫ്രണ്ട് ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രണ്ട് ലോഡ് ചെയ്തിട്ട് നമ്മുടെ അസറ്റ് ടേൺസ് അല്ലെങ്കിൽ ഫോർ എ ഫിക്സ്ഡ് അസറ്റ് കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലോട്ട് കമ്പനി പോകുമ്പോൾ, ബെറ്റർ അസറ്റ് ടേൺസിലോട്ട് കമ്പനി മാറുമ്പോൾ അവിടെ ആ പ്രോഫിറ്റബിലിറ്റി ബെറ്റർ. നമ്മൾ ഇപ്പോഴത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കാതിരിക്കാം. അതിന് പകരം ഫോർവേഡ് ആയിട്ടുള്ള ഒരു 3-4 ക്വാർട്ടർ കഴിയുമ്പോഴത്തേക്കും പ്രോഫിറ്റബിലിറ്റി എങ്ങനെ ആയിരിക്കും, അപ്പൊ അവിടെ സെയിൽസിൽ ഒരു നിശ്ചിതമായ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റബിലിറ്റി ബെറ്റർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ അതുപോലെ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതാണ് ഇതിന്റെ 2 സിമ്പിൾ യൂസ് കേസസ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ സമറൈസ് ചെയ്താൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ അതിന്റെ ഒരു കണ്ടുപിടിക്കുന്ന മെട്രിക്. അതിന്റെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചർ അല്ലെ, കമ്പനിയുടെ ഒരു മൊത്ത ചെലവ് കണക്കാക്കുമ്പോഴത്തേക്കും ഫിക്സ്ഡ് കോസ്റ്റ് അതിന്റെ പെർസെന്റേജ് ടേംസിൽ കൂടുതലിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBIT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ ഡിഗ്രി ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒരേ സമയം റിസ്ക്കും ബെനിഫിറ്റും ആയിട്ട് കമ്പനിക്ക് വർക്ക് ചെയ്യും. അപ്പൊ ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്തൊരു എപ്പിസോഡ് വരുന്നവരെ ബൈ.